സെൻട്രൽ മെഡിക്കൽ ഗ്യാസ് സപ്ലൈ സിസ്റ്റം എന്ന പാഠഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ആശുപത്രികളിൽ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വ്യത്യസ്ത വാതകങ്ങൾ, അവയുടെ ഉപയോഗം, വിതരണം, സംഭരണം എന്നീ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. ആശുപത്രികളിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് വ്യത്യസ്ത വാതകങ്ങൾ ശേഖരിച്ച് അവിടെ നിന്ന് ആവശ്യാനുസരണം പൈപ്പ് ലൈൻ മുഖാന്തരം വിതരണം ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. ഈ വിതരണ രീതിയാണ് സെൻട്രൽ മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ പ്രത്യേകം സജ്ജീകരിച്ച് വാതകങ്ങൾ ശേഖരിച്ച് വെക്കുന്ന സ്ഥലത്തെയാണ് മാനിഫോൾഡ് എന്ന് പറയപ്പെടുന്നത്. മാനിഫോൾഡിലാണ് വ്യത്യസ്ത വാതക സിലിണ്ടറുകൾ, ഗ്യാസ് പൈപ്പ് ലൈൻ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനൽ, പ്രഷർ റെഗുലേറ്റേഴ്സ്, മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഏതെല്ലാം വാതകങ്ങളാണ് ആശുപത്രിയിൽ സാധാരണയായിട്ട് ചികിത്സാ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് നോക്കാം. ഓക്സിജൻ, നൈട്രസ് ഓക്സൈഡ്, കംപ്രസ്ഡ് എയർ, വാക്വം, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ എന്നിവയാണ് ഈ പ്രധാന വാതകങ്ങൾ. സെൻട്രൽ മെഡിക്കൽ ഗ്യാസ് ഡെലിവറി സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ ബെഡ് സൈഡിൽ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ മൂവ്മെൻറ്റ് മൂലമുണ്ടാകുന്ന ശബ്ദവും ഉണ്ടാവുകയില്ല. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാവിൽ ആദ്യം വരുന്ന പേര് ഓക്സിജനാണ്. ഓക്സിജൻ ഒരു ജീവൻ നിലനിർത്താനുള്ള വാതകമായിട്ടാണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. അതോടുകൂടി അനസ്തേഷ്യ, വെന്റിലേറ്റർ തുടങ്ങിയ മെഷീനുകൾ ഡ്രൈവ് ചെയ്യുന്നതിനും ഓക്സിജൻ ഉപയോഗിക്കാറുണ്ട്. ഓക്സിജൻ്റെ സാധാരണ അതിൻ്റെ കളർ കോഡ് ബ്ലാക്ക് ബോഡി വിത്ത് വൈറ്റ് നെക്കാണ്. പ്യുവർ വൈറ്റ് കളറുള്ള സിലിണ്ടേഴ്സും ഓക്സിജന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. 3 സോഴ്സുകളാണ് സാധാരണ ഓക്സിജൻ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് വാക്വം ഇൻസുലേറ്റഡ് ഇവാപ്പറേറ്റർ അഥവാ ബൾക്ക് ടാങ്ക്, രണ്ടാമത്തേത് സിലിണ്ടറുകൾ അല്ലെങ്കിൽ കംപ്രസ്ഡ് സിസ്റ്റം, മൂന്നാമത്തേത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒരു ഹോസ്പിറ്റലിൽ ഓക്സിജൻ്റെ ബൾക്ക് സംഭരണത്തിന് ഉപയോഗിക്കുന്ന ഒരു സംഭരണിയാണ് വാക്വം ഇൻസുലേറ്റഡ് ഇവാപ്പറേറ്റർ VIE അഥവാ ബൾക്ക് ടാങ്ക്. ഓക്സിജൻ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള ഒരു രീതിയാണ് VIE. ഇവിടെ നമ്മൾ തെർമലി ഇൻസുലേറ്റ് ചെയ്ത ഇരട്ട മതിലുള്ള സ്റ്റീൽ ടാങ്കാണ് ഉപയോഗിക്കുന്നത്. ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ വാക്വം പാളി ഇൻസുലേഷനായിട്ട് ഉപയോഗിക്കുന്നു. ഒരു പ്രഷർ റെഗുലേറ്റർ വഴി വാതകത്തെ പൈപ്പ് ലൈനുകളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയും പൈപ്പ് ലൈനുകളെ മർദ്ദം നിലനിർത്തുകയും ചെയ്യുന്നു. ഏകദേശം 400 kPa പൈപ്പ് ലൈനിൻ്റെ പ്രഷർ. സംഭരണിക്കുള്ളിൽ മർദ്ദം വർദ്ധിക്കുമ്പോൾ വാതകം പുറത്തു കളയാൻ ഒരു സുരക്ഷാ വാൽവ് നൽകിയിട്ടുണ്ട്. സിസ്റ്റത്തിൽ അമിതമായ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ കൺട്രോൾ വാൽവ് തുറക്കുന്നു. കോപ്പർ കുഴലുകളുടെ ഇൻസുലേറ്റ് ചെയ്യാത്ത കോയിലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സൂപ്പർ ഹീറ്ററുകളിലൂടെ ദ്രാവകം ഓക്സിജൻ ബാഷ്പീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. ഓക്സിജൻ -150°C മുതൽ -170°C വരെ താപനിലയിലാണ് സൂക്ഷിക്കുന്നത്. ഭാരം കുറഞ്ഞ ക്രോം, മോളിബ്ഡിനം, സ്റ്റീൽ, അലൂമിനിയം അല്ലെങ്കിൽ കാർബൺ ഫൈബറിൽ പൊതിഞ്ഞ അലൂമിനിയം പോലുള്ള മിശ്രിതം തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തെ നെക്ക് എന്നാണ് വിളിക്കാറുള്ളത്. ഇതൊരു ടാപ്പ് ചെയ്ത സ്ക്രൂ ത്രെഡിൽ അവസാനിക്കുന്നു. അതിൽ വാൽവ് ഘടിപ്പിച്ചിരിക്കുന്നു. സിലിണ്ടർ തീവ്രമായ ചൂടിൽ പെടുന്നുവെങ്കിൽ ഉരുകുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ത്രെഡ് അടച്ചിരിക്കുന്നു. ഹൈ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഇത് വാതകത്തെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. അതുമൂലം സ്ഫോടന സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അലൂമിനിയം കൊണ്ട് നിർമ്മിച്ച പ്രത്യേക സിലിണ്ടറുകൾ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് മുറിയിൽ ഉപയോഗപ്രദമാണ്. ഓക്സിജൻ സിലിണ്ടർ സൈസ് പ്രത്യേകിച്ച് തിരിച്ചറിയുന്നതിന് വേണ്ടി 2 സെറ്റ് പേരുകളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഒറിജിനൽ സെറ്റ് ഒരു അക്ഷരമാല സമ്പ്രദായമാണ് ഉപയോഗിക്കുന്നത്. ചെറിയ വലുപ്പത്തിന് A എന്നും ഏറ്റവും വലിയ സൈസുള്ളതിനെ E എന്നും ആരംഭിക്കുന്നു. പുതിയ നോമൻക്ലേച്ചർ പ്രകാരം മെഡിക്കൽ എന്നതിന് ഷോർട്ട് ഫോമായിട്ടുള്ള M എന്ന അക്ഷരത്തിൽ നിന്നാണ് പേരുകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം എത്ര ക്യൂബിക് ഫീറ്റ് അളവ് ആണോ ആ സിലിണ്ടറിൽ കൊള്ളുന്നത് അതിനെ സൂചിപ്പിക്കുന്ന ഒരു അക്കം അതിൻ്റെ കൂടെ ചേർക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബി സിലിണ്ടറിനെ ഇപ്പോൾ നമ്മൾ വിളിക്കാറുള്ളത് M6 സിലിണ്ടർ എന്നാണ്. കാരണം ഇതിൽ 6 ക്യൂബിക് ഫീറ്റ് ഓക്സിജൻ നിലനിർത്താൻ കഴിയും.
ശ്വസന സംബന്ധമായ തകരാറുകളുള്ള വ്യക്തികൾക്ക് ഓക്സിജൻ എത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ. രക്തത്തിലെ ഓക്സിജൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ സാധാരണയേക്കാൾ കുറവായ വ്യക്തികൾക്ക് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ സാധാരണ ഉപയോഗിക്കാറുള്ളത്. സമഗ്രമായ ഒരു മെഡിക്കൽ വിലയിരുത്തൽ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഒരു ഡോക്ടർ അത് നിർദ്ദേശിക്കുന്നത്. ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ ചുറ്റുമുള്ള വായുവിനെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള വായുവിനെ ഫിൽട്ടർ ചെയ്യുകയും ആവശ്യമുള്ള കോൺസെൻട്രേഷനിലേക്ക് കംപ്രസ് ചെയ്യുകയും ശുദ്ധീകരിച്ച അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത മെഡിക്കൽ ഗ്രേഡ് ഓക്സിജനെ പൾസ് ഡോർസ് ഡെലിവറി സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രീം സിസ്റ്റം വഴിയോ രോഗിക്ക് എത്തിക്കുകയും ചെയ്യുന്നു. സാധാരണയായി ലിറ്റർ പെർ മിനിറ്റ് LPM ആണ് ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഓക്സിജൻ രോഗിക്ക് ഏത് അളവിലാണ് വേണ്ടതെന്ന് ഡോക്ടറാണ് നിർണ്ണയിക്കുന്നത്. അത് വിശ്രമത്തിലും ഉറക്കത്തിലും വ്യായാമത്തിലും വ്യത്യാസപ്പെടാവുന്നതാണ്. ഹോസ്പിറ്റലിലെ ഓക്സിജൻ വാതകത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ഒന്നാമതായി ഓക്സിജൻ തെറാപ്പി. ഹോസ്പിറ്റൽ, ക്ലിനിക്കുകൾ, വെറ്റിനറി ഹോസ്പിറ്റലുകൾ എന്നിവിടങ്ങളിലെ ഓക്സിജൻ തെറാപ്പിക്ക് ഓക്സിജൻ ഉപയോഗിക്കാറുണ്ട്. ഓക്സിജൻ മാസ്ക് അല്ലെങ്കിൽ ശ്വസന ട്യൂബ് വഴിയാണ് ഓക്സിജൻ സാധാരണ നൽകാറുള്ളത്. ആസ്മ, ന്യൂമോണിയ, ശ്വാസകോശ രോഗം, ടിഷ്യൂ റിസ്റ്റോറേഷൻ എന്നിവ പോലുള്ള അവസ്ഥകൾക്ക് അധിക ഓക്സിജൻ ആവശ്യമാണ്. ഈ സമയത്ത് നമ്മൾ രോഗികൾക്ക് ആ ഓക്സിജൻ അത്യാവശ്യത്തിനായി നൽകുന്നു. രണ്ടാമത്തെ ഉപയോഗം അനസ്തെറ്റിക്സ് ആണ്. രോഗികൾക്ക് നൽകുന്ന ഏതെങ്കിലും ഒരു അനസ്തെറ്റിക്സിൻ്റെ ബേസ് അല്ലെങ്കിൽ കരിയറായിട്ട് ഓക്സിജൻ പ്രവർത്തിക്കാറുണ്ട്. മൂന്നാമത്തേത് റെസിസിറ്റേഷൻ. ജീവൻ അപകടപ്പെടുത്തുന്ന അത്യാഹിതങ്ങളിൽ ശ്വസിക്കാനാകാത്ത ഒരു വ്യക്തിയെ പുനരുജ്ജീവിപ്പിക്കാനും ശ്വാസം വീണ്ടെടുത്ത ശേഷം സ്ഥിരത നിലനിർത്താനും മെഡിക്കൽ ഓക്സിജൻ ഉപയോഗിക്കാറുണ്ട്. നാലാമത്തേത് ലൈഫ് സപ്പോർട്ട്. മെഡിക്കൽ കോമ, ലൈഫ് സപ്പോർട്ട് എന്നിവയിൽ കൃത്രിമമായി ശ്വാസോച്ഛ്വാസം നൽകുന്ന രോഗികൾക്ക് ജീവൻ നിലനിർത്താൻ മെഡിക്കൽ ഓക്സിജൻ ഉപയോഗിക്കുന്നു. അഞ്ചാമത്തെ ഉപയോഗം ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി. കാർബൺ മോണോക്സൈഡ്, വിഷം, ഗാംഗ്രൈൻ, കഠിനമായ മുറിവുകൾ, അണുബാധകൾ എന്നിവ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുതരം ചികിത്സയാണ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി. നൈട്രസ് ഓക്സൈഡ്. ഹോസ്പിറ്റലിൽ അനസ്തെറ്റിക് ഏജന്റായി ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. വേദന സംഹാരിയായും സർജറിക്ക് മുമ്പുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി അനസ്തെറ്റിക് ഏജന്റായും ഉപയോഗിക്കുന്നു. നൈട്രസ് ഓക്സൈഡ് ഓക്സിജനും മറ്റ് അനസ്തെറ്റിക് ഏജന്റുകളുമായി മിക്സ് ചെയ്താണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററുകളിലാണ് നൈട്രസ് ഓക്സൈഡ് സപ്ലൈ ചെയ്യുന്നത്. നൈട്രസ് ഓക്സൈഡ് വാതകത്തിൻ്റെ സിലിണ്ടറുകൾ നീല നിറത്തിലാണ് കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നൈട്രസ് ഓക്സൈഡ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾ ഉയർന്ന ടെൻസൈൽ സ്റ്റീലിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. നൈട്രസ് ഓക്സൈഡിൻ്റെ ഉപയോഗങ്ങൾ. ഇൻഹലേഷൻ അനസ്തെറ്റിക് ആവശ്യമായി വരുമ്പോൾ നൈട്രസ് ഓക്സൈഡ് സാധാരണയായി ഹലോത്തൈൻ, ഈഥൈൻ തുടങ്ങിയവയുടെ കൂടെ ഉപയോഗിക്കുന്നു. സാധാരണയായി അടിയന്തര സാഹചര്യങ്ങളിൽ കഠിനമായ വേദനയുടെ ആശ്വാസത്തിന് വേണ്ടി പെയിൻ റിലീഫായും ഉപയോഗിക്കുന്നു. പല്ല് റിമൂവ് ചെയ്യുന്നതിന് കുറഞ്ഞ നേരത്തേക്ക് വേദന സംഹാരിയായി ഡെന്റൽ പ്രൊസീജിയറുകളിലും ഉപയോഗിക്കുന്നു. ഒരു ശീതീകരണ ഏജന്റായി ക്രയോസർജികളിലും നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്യാസാണ് കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ മെഡിക്കൽ എയർ. രണ്ട് തരത്തിലുള്ള മെഡിക്കൽ എയറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് 4 ബാർ പ്രഷറാണ് ഉപയോഗിക്കുന്നു, അതേപോലെ 7 ബാർ. ഇതിൽ 4 ബാർ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലിനിക്കൽ ഉപയോഗങ്ങൾക്കാണ്, അനസ്തേഷ്യ മെഷീൻ, വെന്റിലേറ്റർ, ഇൻക്യുബേറ്റർ തുടങ്ങിയവയിൽ. 7 ബാർ പ്രഷർ ഉപയോഗിക്കുന്നത് സർജിക്കൽ ടൂൾസ് റൺ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ എയർ എന്നും പറയാറുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു മാനിഫോൾഡിൽ കംപ്രസ്ഡ് എയറിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. എയർ ഫിൽട്ടർ വഴി അന്തരീക്ഷ വായു ഒരു ചേംബറിനകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ ചേംബറിനകത്ത് ഒരു മോട്ടോറിൻ്റെ സഹായത്തോടെ പിസ്റ്റൺ വെച്ച് നമ്മൾ ഈ എയറിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രഷൻ കാരണം വായു ഉയർന്ന പ്രഷറും ഉയർന്ന ടെമ്പറേച്ചറും ഉള്ളതായിട്ട് മാറുന്നു. ഇതിനെ കൂൾ ചെയ്യുന്നതിന് വേണ്ടി കൂളിംഗ് സംവിധാനവും നമ്മൾ ഇതിൽ നൽകിയിട്ടുണ്ട്. ഈ കംപ്രസ് ചെയ്ത വായു പിന്നീട് ഒരു റിസർവോയറിൽ ശേഖരിക്കുകയും അവിടെ നിന്ന് ഡ്രയർ വഴി കടന്നു പോകാൻ അനുവദിക്കുകയും ചെയ്യും. അവസാനം ഡ്രൈ ആക്കി
യൂസർ എൻഡിലേക്ക് എത്തുന്നു. ഓയിൽ ഫ്രീ മെഡിക്കൽ എയർ ലഭ്യമാക്കുന്നതിന് ഫിൽറ്ററുകളും സെപ്പറേറ്ററുകളും ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ഡ്രൈ ആക്കുകയും ചെയ്യുന്നു. കംപ്രസ്ഡ് എയറിൻ്റെ സാധാരണ ഉപയോഗിക്കുന്ന കളർ കോഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്നു. മാനിഫോൾഡിൽ കംപ്രസ്ഡ് എയർ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി 2 രീതികൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തത് കംപ്രസറുകൾ ഉപയോഗിച്ച് ആവശ്യാനുസരണം മെഡിക്കൽ എയർ നിർമ്മിക്കുകയും മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സംവിധാനം വഴി വിതരണം ചെയ്യുന്ന സംവിധാനമാണ്. രണ്ടാമത്തത് സിലിണ്ടർ വഴിയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് സിസ്റ്റത്തിലേക്കുള്ള ഇൻഡിപെൻഡൻറ്റ് ബാക്കപ്പിന് വേണ്ടിയും പൈപ്പ് ലൈനുകൾ ലഭ്യമല്ലാത്ത രോഗികൾക്ക് മെഡിക്കൽ എയർ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുമാണ്. ഹോസ്പിറ്റലിലെ കംപ്രസ്ഡ് എയറിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ ഇവയാണ്. ഒന്ന്, വെന്റിലേറ്ററുകളും ഇൻക്യുബേറ്ററുകളിലും ഉപയോഗിക്കുന്നു. ഇത് മുഖേന ഉയർന്ന ഓക്സിജൻ എക്സ്പോഷർ കുറക്കാൻ സഹായിക്കുന്നു. 2, അനസ്തെറ്റിക് ഏജൻറ്റുകൾക്കുള്ള കരിയർ ഗ്യാസ് എന്ന നിലയിൽ സഹായിക്കുന്നു. മൂന്നാമത്തേത്, ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ ചില ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് ആവശ്യമായ ഊർജ്ജ സ്രോതസ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ എയറിന് പലപ്പോഴും ഇൻസ്ട്രുമെൻ്റൽ എയർ എന്നും പറയാറുണ്ട്. കാർബൺ ഡയോക്സൈഡ് മറ്റൊരു മെഡിക്കൽ ഗ്യാസാണ്. ചാരനിറത്തിൽ കോഡ് ചെയ്തിരിക്കുന്ന പോർട്ടബിൾ സിലിണ്ടറിലാണ് കാർബൺ ഡയോക്സൈഡ് ഹോസ്പിറ്റലുകളിൽ സപ്ലൈ ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ആൾട്രോസ്കോപ്പി എന്നീ സർജറി സൈറ്റിന് മാക്സിമം വിസിബിലിറ്റി നൽകുന്നതിനും ശരീര അറകളെ വലുതാക്കുന്നതിനും ബോഡി പാർട്സിൻ്റെ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നതിനുമാണ് ഒരു ഇൻഫ്ലമേഷനായിട്ട് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നത്. കാർബൺ ഡയോക്സൈഡിൻ്റെ മറ്റു ഉപയോഗങ്ങൾ -76 ഡിഗ്രി സെൽഷ്യസിൽ താപനിലയുള്ള ക്രയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നു. ഈ രീതി ഉപയോഗിച്ച് ക്രിസ്റ്റലൈസേഷൻ പ്രക്രിയയിലൂടെ അരിമ്പാറ, സ്കിൻ ടാഗുകൾ എന്നിവ നീക്കം ചെയ്യാം. അതുപോലെ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്തും അതിനുശേഷവും റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ചെയ്യാൻ വേണ്ടി കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു. നൈട്രജൻ ക്രയോ സർജറി ഉപയോഗിച്ച് ചില ക്യാൻസറുകളെയും ചർമ്മത്തിലെ ചില പാടുകളെയും നീക്കം ചെയ്യുന്നതിന് വേണ്ടി നൈട്രജൻ ഉപയോഗിക്കുന്നു. ബ്ലഡ്, സെൽ, ടിഷ്യൂസ് എന്നിവ സ്റ്റോർ ചെയ്യുമ്പോൾ അവയുടെ ഓക്സിഡേഷൻ ഒഴിവാക്കുന്നതിനായി അവയെ വളരെ കുറഞ്ഞ ക്രയോജനിക് താപനിലയിൽ സൂക്ഷിക്കുവാൻ വേണ്ടി നൈട്രജൻ ഉപയോഗിക്കുന്നു. ലങ്സിൻ്റെ ഫങ്ഷണൽ ടെസ്റ്റ് നടത്തുന്നതിനുള്ള മെഡിക്കൽ ഗ്യാസ് മിശ്രിതത്തിൻ്റെ ഭാഗമായും ഇത് ഉപയോഗിക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളുടെ നിർമ്മാണത്തിൽ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെൻ്റ് എയർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പവർ ടൂൾസ് പ്രവർത്തിപ്പിക്കാൻ വാതകമായി നൈട്രജൻ ഉപയോഗിക്കുന്നു. മിക്കപ്പോഴും ലിക്വിഡ് നൈട്രജൻ മാനിഫോൾഡിൽ ഘടിപ്പിച്ച സിലിണ്ടറുകളിൽ നിന്നാണ് വരുന്നത്. ലിക്വിഡ് നൈട്രജൻ്റെ താപനില -100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൻ്റെ സമ്പർക്കത്തിൽ ടിഷ്യൂ മരവിക്കുന്നു. അതിനാൽ ഇത് പ്രൊസീജിയർ റൂമുകളിലും ടിഷ്യൂ സാമ്പിളുകൾ മരവിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. കൂടാതെ ഇത് ബാഷ്പീകരിക്കപ്പെടാത്ത വലിയ ഇൻസുലേറ്റഡ് പ്രഷറൈസ്ഡ് ബോട്ടിലുകളും ലഭ്യമാകുന്നു. ഇനി നമുക്ക് മെഡിക്കൽ വാക്കത്തെക്കുറിച്ച് പഠിക്കാം. സാങ്കേതികമായി ഇവ വാതകം അല്ലെങ്കിലും മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായാണ് ഇവ കണക്കാക്കപ്പെടുന്നത്. മെഡിക്കൽ വാക്വം സപ്ലൈ സിസ്റ്റത്തിൽ പമ്പ്, റിസർവോയർ, ഫിൽട്ടർ എന്നിവ അടങ്ങിയിരിക്കുന്നു. ചേംബറിൽ നിന്ന് പമ്പ് വായു വലിച്ചെടുക്കുകയും വാക്വം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വാക്വം വിതരണത്തിനായി നൽകിയിട്ടുള്ള പൈപ്പ് ലൈനുകൾ റിസർവോയറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. വലിച്ചെടുക്കുന്ന സാധനങ്ങൾ റിസർവോയറിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് യൂസർ എൻഡിൽ ഒരു സക്ഷൻ അപ്പാരറ്റസ് ഉപയോഗിക്കുന്നു. വാക്വം പൈപ്പുകളുടെ കളർ കോഡ് മഞ്ഞ നിറമാണ്. വാക്വത്തിൻ്റെ ക്ലിനിക്കൽ ഉപയോഗങ്ങൾ: 1. വാക്വം അസിസ്റ്റഡ് തെറാപ്പി. 2. ഡ്രെയിനിങ് വൂൺസ്. 3. ലങ്സ് ആൻഡ് ചെസ്റ്റ് ഡ്രൈനേജ്. 4. റിമൂവൽ ഓഫ് എക്സസ് ബ്ലഡ് ഫ്രം ഓപ്പൺ ബോഡി സിസ്റ്റം ഡ്യൂറിംഗ് സർജറി. 5. കളക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് നോൺ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ്. 6. ലിപ്പോസെക്ഷൻ. 7. ക്ലീനിങ് ഓഫ് എൻഡോട്രക്കിയൽ ട്യൂബ്സ്. സെക്ഷൻ അപ്പാരറ്റസ് ഫാരിങ്സ്, ട്രക്കിയ, മെയിൻ ബ്രോങ്കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബ്ലഡ്, മ്യൂക്കസ്, മറ്റു ബോഡി ഫ്ലൂയിഡ്സ് എന്നിവ നീക്കം ചെയ്യുന്നതിനാണ് സെക്ഷൻ അപ്പാരറ്റസ് എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. സർജറിക്കിടെ സർജന് വ്യക്തമായ ഓപ്പറേറ്റിംഗ് ഫീൽഡ് നൽകാൻ സെക്ഷൻ അപ്പാരറ്റസ് ഉപയോഗിക്കുന്നു. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ, മുറിവ്, പ്ലൂറൽ ഡ്രെയിനേജ് തുടങ്ങിയ മറ്റ് പ്രൊസീജിയറുകൾക്കും സെക്ഷൻ അപ്പാരറ്റസ് ഉപയോഗിക്കുന്നുണ്ട്.
ഒരു ഇലക്ട്രോണിക് സക്ഷൻ അപ്പാരറ്റസിൻ്റെ പ്രധാന ഭാഗങ്ങൾ വാക്വം പമ്പ്, ബാക്ടീരിയ ഫിൽട്ടർ, വാക്വം ഗേജ്, മോയ്സ്ചർ ഓർ ഡെബ്രിസ് ട്രാപ്പ്, റിസർവോയർ, കത്തീറ്റർ അല്ലെങ്കിൽ ഡെലിവറി ട്യൂബ് എന്നിവയാണ്. ഡെലിവറി ട്യൂബിൻ്റെ അഗ്രത്തിൽ നെഗറ്റീവ് മർദ്ദം സൃഷ്ടിക്കുന്നതിന് വാക്വം പമ്പ് ഉപയോഗിക്കുന്നു. വലിച്ചെടുത്ത ഇനങ്ങളിൽ ബാക്ടീരിയ ഫിൽട്ടർ ബാക്ടീരിയകളെ ഫിൽട്ടർ ചെയ്യുന്നു. പമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രഷർ അളക്കുന്നതിന് വാക്വം ഗേജ് ഉപയോഗിക്കുന്നു. മോയ്സ്ചർ ഓർ ഡെബ്രിസ് ട്രാപ്പ് പമ്പിലേക്ക് ദ്രാവകം പ്രവേശിക്കുന്നത് തടയുന്നു. വലിച്ചെടുക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് സ്രവങ്ങൾ ശേഖരിക്കാൻ റിസർവോയർ അല്ലെങ്കിൽ ബോട്ടിലുകൾ ഉപയോഗിക്കുന്നു. ശ്വാസനാളങ്ങളെ തടസ്സപ്പെടുത്തുന്ന സ്രവങ്ങളെ സക്ഷൻ നടത്താനും കത്തീറ്റർ എന്നറിയപ്പെടുന്ന നീളമുള്ള നേർത്ത പ്ലാസ്റ്റിക് ട്യൂബ് സക്ഷൻ അപ്പാരറ്റസുകളിൽ ഉപയോഗിക്കുന്നു. പൂർത്തിയായ ശേഷം റിസർവോയർ അല്ലെങ്കിൽ ബോട്ടിലുകൾ കാലിയാക്കാവുന്നതാണ്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാനിഫോൾഡ്. നമുക്ക് സപ്ലൈ ചെയ്യേണ്ട ഗ്യാസിൻ്റെ സിലിണ്ടേഴ്സ്, അതേപോലെ വാക്വം സപ്ലൈ ചെയ്യുന്ന സെൻട്രൽ റിസർവോയർ, വാൽവുകൾ, അതേപോലെ തന്നെ കൺട്രോൾ പാനൽസ്, ഇതെല്ലാം മാനിഫോൾഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്യാറുള്ളത്. ഓരോ ഗ്യാസും സപ്ലൈ ചെയ്യുന്നത് പ്രത്യേകം സിസ്റ്റത്തിലൂടെ ആയിരിക്കണം. ഓരോ ഗ്യാസ് സിസ്റ്റത്തിലെയും പൊതുവായി വരുന്ന ഘടകങ്ങൾ ഏതെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓരോ ഗ്യാസ് സിസ്റ്റത്തിനും പ്രധാനമായും 6 കമ്പണൻസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഒന്നാമത്തേത് ഗ്യാസ് സോഴ്സസ്, 2 പൈപ്പിംഗ് നെറ്റ്വർക്ക്, 3 വാൽവ്സ്, 4 വാർണിംഗ് അലാംസ്, 5 ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്, 6 സെക്കൻഡറി ഉപകരണങ്ങൾ. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പൈപ്പിംഗ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഡിക്കൽ ഗ്യാസുകളെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഴ്സുകളെയാണ് നമ്മൾ ഗ്യാസ് സോഴ്സസ് അല്ലെങ്കിൽ വെറും സോഴ്സസ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഗ്യാസസ് പ്രധാനമായും 4 സോഴ്സസ് ഉപയോഗിച്ചാണ് സപ്ലൈ ചെയ്യാറുള്ളത്. ഒന്നാമത്തേത് ബൾക്കി സിസ്റ്റം. ഇതിൽ പ്രത്യേക ഇൻസുലേറ്റഡ് പാത്രങ്ങൾ, വേപ്പറൈസർ, റെഗുലേറ്റർ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഉപയോഗത്തെ ആശ്രയിച്ച് ക്രയോജനിക് പാത്രങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന പ്രഷറുള്ള മാനിഫോൾഡ് ഉപയോഗിച്ച് ഈ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ കഴിയും. സാധാരണഗതിയിൽ ഓക്സിജൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ക്രയോജനിക് ടാങ്കുകളിൽ വലിയ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് മാനിഫോൾഡ് സിസ്റ്റംസ് ആണ്. ഇതിൽ സാധാരണ ചെയ്യുന്നത് 2 ബാങ്കുകളിലായിട്ട് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നു. ഒരു സമയം ഒരു ബാങ്കിൽ നിന്നുള്ള ഗ്യാസ് മാത്രമേ നമ്മൾ ലൈനിലേക്ക് സപ്ലൈ ചെയ്യുകയുള്ളൂ, മറ്റത് ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നു. കൂടാതെ പ്രൈമറി, സെക്കൻഡറി റെഗുലേറ്ററുകൾ, പ്രഷർ റെഗുലേറ്റർ, വാർണിംഗ് ലാംപ്സ് എന്നിവയ്ക്കായി മെയിൻ കൺട്രോൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അടുത്ത സോഴ്സ് മെഡിക്കൽ എയർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. റിസർവോയർ, റെഗുലേറ്ററുകൾ, ഫിൽറ്ററുകൾ, മോണിറ്ററുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന 2 അതിലധികമോ കംപ്രസറുകളാണ് മെഡിക്കൽ എയർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റങ്ങൾ. ഉൽപ്പാദിപ്പിക്കുന്ന എയർ പൊടിയും ഈർപ്പവും ഇല്ലാത്തതായിരിക്കണം. അടുത്തത് വാക്വം പമ്പുകളാണ്. വാക്വം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി പൈപ്പിംഗ് സിസ്റ്റത്തിൽ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വാക്വം പമ്പുകൾ ഉപയോഗിക്കുന്നത്. ഇതിന് 2 പമ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നിന് ബാക്കപ്പായിട്ട് മറ്റൊരു പമ്പ് ഉപയോഗിക്കുന്നു. ഇതിനെ സ്റ്റോർ ചെയ്യുന്നതിനായി സെൻട്രൽ റിസർവോയർ ടാങ്ക് ഉപയോഗിക്കുന്നു. ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിൻ്റെ 75% എങ്കിലും ഒരേ സമയത്ത് പമ്പ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം മാനിഫോൾഡിൽ ഉണ്ടായിരിക്കണം. ഒരു മാനിഫോൾഡിലെ രണ്ടാമത്തെ കോമ്പണൻ്റാണ് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ. സെൻട്രലൈസ്ഡ് ഗ്യാസ് സ്റ്റേഷൻ അഥവാ മാനിഫോൾഡിൽ നിന്നും യൂസർ എൻഡിലേക്ക്, അതായത് ഫൈനൽ ടെർമിനലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഗ്യാസ് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നത്. ഗ്യാസ് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ അവസാനിക്കുന്നത് ടെർമിനൽ യൂണിറ്റുകളിലാണ്. ഇത് സാധാരണ ചുമരിൽ ഘടിപ്പിച്ച ടൈപ്പോ അല്ലെങ്കിൽ പെൻഡൻറ്റിൽ ഘടിപ്പിച്ച ടൈപ്പോ ആകാം. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പുകൾ ഉയർന്ന നിലവാരമുള്ള കോപ്പർ കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം. ഗ്യാസ് ഫ്ലോക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നിർമ്മിച്ചതായിരിക്കണം. നോൺ ആർസനിക്കും ആയിരിക്കണം. മാത്രമല്ല ഫിസിക്കൽ ഡാമേജ്, കൊറോഷൻ എന്നിവയിൽ നിന്നും സുരക്ഷിതമായിരിക്കുകയും വേണം. കൂടാതെ ഏത് ഗ്യാസാണോ ആ പൈപ്പ് ലൈനിലൂടെ പോകുന്നത് അതിൻ്റെ കളറും കോഡ് ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. മാനിഫോൾഡിലെ മൂന്നാമത്തെ കമ്പോണൻറ്റ് വാൽവ്സ് ആണ്. 2 തരത്തിലുള്ള വാൽവുകൾ ഇതിന് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് സോണൽ വാൽവ്, 2 സർവീസ് വാൽവ്. സിസ്റ്റത്തിൻ്റെ വലിയ ഭാഗങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനും മോഡിഫൈ ചെയ്യുന്നതിനും വേണ്ടിയാണ് സോണൽ വാൽവ്സ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇത് കോറിഡോറിൻ്റെ ചുമരുകളിൽ വെക്കുകയും ഇതിന് തൊട്ടടുത്തായി ഏതെല്ലാം ഏരിയയിലേക്കാണ്
ഇവിടെ നിന്നുള്ള ഗ്യാസ് സപ്ലൈ പോകുന്നതെന്ന് അവിടെ ലേബൽ ചെയ്യുകയും വേണം. ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റത്തിന് വല്ല തകരാറും സംഭവിച്ചാൽ അതിനെ റിപ്പയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിനോ വേണ്ടിയാണ് നമ്മൾ സർവീസ് വാൽവ്സ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. മാനിഫോൾഡിലെ അടുത്ത കമ്പോണൻ്റാണ് വാർണിംഗ് അലാം സിസ്റ്റം. പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തുകയോ സിലിണ്ടർ മാറ്റം ആവശ്യമാവുകയോ എന്നാൽ ബന്ധപ്പെട്ട ടെക്നീഷ്യന് മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഇതിൽ സോഴ്സസ്, പൈപ്പ്സ്, വാൽവ്സ് ഇവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ഉൾപ്പെടുന്നു. 2 തരം അലാം സിസ്റ്റംസാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഒന്നാമത്തേത് മാസ്റ്റർ അലാംസ്, രണ്ടാമത്തേത് ഏരിയ അലാംസ്. പ്രധാന ഗ്യാസ് പൈപ്പുകൾ, ഗ്യാസ് സോഴ്സ് ഇവയെക്കുറിച്ചുള്ള എന്തെങ്കിലും മുന്നറിയിപ്പുകൾ നൽകുന്നതിന് വേണ്ടിയാണ് മാസ്റ്റർ അലാംസ് ഉപയോഗിക്കുന്നത്. ക്രിട്ടിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഏരിയ അലാമിൻ്റെ ധർമ്മം. മാനിഫോൾഡിൻ്റെ അടുത്ത കമ്പോണൻ്റാണ് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ഗ്യാസസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി പൈപ്പിംഗ് സംവിധാനവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന പോയിന്റുകളാണ് ഔട്ട്ലെറ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം വാക്വം കണക്ടേഴ്സിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇൻലെറ്റുകൾ എന്ന ടേമാണ്. 2 തരത്തിലുള്ള കണക്ഷൻസ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ക്യുക്ക് കണക്ഷനും 2 ട്വിസ്റ്റ് കണക്ഷനും. ഗ്യാസ് ഔട്ട്ലെറ്റുകളുടെ കളറുകൾ ഏത് ഗ്യാസാണോ അതിലൂടെ വരുന്നത് അതിനനുസരിച്ച് കോഡ് ചെയ്തതായിരിക്കേണ്ടതാണ്. മാനിഫോൾഡിലെ 6ാമത്തെ പൊതുവായിട്ടുള്ള കമ്പോണൻ്റ് സെക്കൻഡറി ഉപകരണങ്ങളാണ്. ഹോസുകൾ, ഗ്യാസ് ഫ്ലോ മീറ്ററുകൾ, ഗേജുകൾ, വാക്യൂം റെഗുലേറ്ററുകൾ എന്നിവയാണ് സെക്കൻഡറി ഉപകരണങ്ങൾ. റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായി ഇതും കൂട്ടത്തിൽ പരിശോധിക്കൽ നിർബന്ധമാണ്. ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഓക്സിജൻ ആശുപത്രികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വാതകമാണ്. ഈ വാതകം വിവിധ സിലിണ്ടറുകളിൽ എത്തിച്ച് ആശുപത്രിയിൽ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിലിണ്ടറുകൾക്ക് പകരം ഓക്സിജൻ ലിക്വിഡ് രൂപത്തിൽ വലിയ ക്രയോജനിക് ടാങ്കറുകളിൽ സ്റ്റോർ ചെയ്ത് അവിടെ നിന്ന് അതിനെ വാതക രൂപത്തിലാക്കി പൈപ്പ് ലൈൻ മുഖാന്തരം യൂസേജ് എൻഡിലേക്ക് എത്തിക്കുന്ന രീതിയാണ്. ഇതിനുപയോഗിക്കുന്ന ടാങ്കുകൾക്ക് 2 ഭാഗങ്ങളുണ്ടാവും. ഒരു ഇന്നർ കേസ്, ഒരു ഔട്ടർ കേസ്. ഇന്നർ കേസിൻ്റെയും ഔട്ടർ കേസിൻ്റെയും ഇടയിലായിട്ട് വാക്വം കൊണ്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ VIE വാക്വം ഇൻസുലേറ്റഡ് ഇവാപ്പറേറ്റർ എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് വാതകങ്ങൾ ലോ ടെമ്പറേച്ചറിൽ ദ്രാവകത്തിൽ സ്റ്റോർ ചെയ്യുകയും പേഷ്യൻ്റ് സൈഡിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഓക്സിജനെ നോർമൽ പ്രഷറിലേക്ക് മാറ്റുകയും അതിന് ടെമ്പറേച്ചർ ഉയർത്തുകയും ചെയ്ത് ആണ് സപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസുകൾ ഒഴിവാക്കാം. സിലിണ്ടറുകൾ ഉപയോഗിച്ച് അതിൻ്റെ ലഭ്യത ഇല്ലാത്ത സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കാൻ പറ്റും. മെഡിക്കൽ പെൻഡൻറ്റ് ആധുനിക ഓപ്പറേറ്റിംഗ് റൂമിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഉപകരണമാണ് മെഡിക്കൽ പെൻഡൻറ്റ്. മെഡിക്കൽ പെൻഡൻറ്റ് ഉപയോഗിക്കുന്നത് വാതകങ്ങൾ ആവശ്യാനുസരണം യൂസേജ് എൻഡിലേക്ക് എത്തിക്കാനാണ്. ഈ മെഡിക്കൽ പെൻഡൻറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനെ റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോം ഉയർത്താനും താഴ്ത്താനും പറ്റിയ രൂപത്തിലാണ്. അതുപോലെ തന്നെ ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് വളരെ എളുപ്പത്തിൽ തന്നെ അണുനശീകരണം നടത്താനും ക്ലീൻ ചെയ്യാനും പറ്റിയ രൂപത്തിലാണ്. ഇനി നമുക്ക് മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ സുരക്ഷയും മുൻകരുതലുകളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. 1. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അഥവാ SOP രൂപപ്പെടുത്തുക. 2. ലോഗ് ബുക്കുകൾ പരിപാലിക്കുക. 3. ഉപകരണത്തിൻ്റെ യഥാർത്ഥ വിതരണക്കാരന് അല്ലെങ്കിൽ ഫീൽഡിൽ നന്നായി പരിചയമുള്ള വെണ്ടർമാർക്ക് എല്ലാ ഉപകരണങ്ങളുടെയും വാർഷിക പരിപാലന കരാർ അഥവാ AMC നൽകുക. ഉപകരണങ്ങളുടെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും പൈപ്പ് ലൈൻ സിലിണ്ടറുകളുടെ ലീക്ക് ടെസ്റ്റ് എന്നിവ ത്രൈമാസ അടിസ്ഥാനത്തിൽ ഉറപ്പാക്കണം. സോപ്പ് ലായനി ഉപയോഗിച്ച് മാത്രം ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കാം. 5. പരിശീലനം ലഭിച്ച ജീവനക്കാരെ 24 മണിക്കൂർ ലഭ്യമാക്കുക. 6. മാനിഫോൾഡ് ജീവനക്കാർക്ക് ആനുകാലിക പരിശീലനം നൽകുക. 7. പൈപ്പ് ലൈനുകളുടെ പതിവ് പരിശോധന എല്ലാ മേഖലകളിലെയും അറ്റകുറ്റപ്പണികൾക്ക് ശേഷം മാത്രം ചെയ്യുക. 8.
പൈപ്പ് ലൈൻ ഫെയിലിയർ, തീ, സ്ഫോടനം എന്നിവയുടെ മോക്ക് ഡ്രില്ലുകൾ പതിവായി നടത്തുക. 9. ഗ്യാസ് സ്റ്റോർ റൂമുകളിൽ ഹീറ്റ് സോഴ്സോ അല്ലെങ്കിൽ മറ്റു കമ്പസ്റ്റബിൾ മെറ്റീരിയൽസോ 3 മീറ്റർ അകലത്തിൽ സൂക്ഷിക്കണം. 10. ഒരിക്കലും സിലിണ്ടറിന് മുകളിൽ വസ്തുക്കൾ സൂക്ഷിക്കരുത്. 11. നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ വാതകങ്ങൾ സൂക്ഷിക്കുക. കപ്ലറുകൾ വൃത്തിയാക്കിയിരിക്കണം. മാനിഫോൾഡിൽ പുകവലി നിരോധിച്ചിരിക്കുന്നു. എല്ലായ്പ്പോഴും സിലിണ്ടർ വാൽവുകൾ സാവധാനം തുറക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, ഇതോടെ മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.